गाए जा और मुस्कुराए जा जब तक के फुर्सत दे ये जमाना। गाए जा और मुस्कुराए जा जब तक के फुर्सत दे ये जमाना। जितना खुशी से दिल को लगाना, जितना खुशी से उतना ही गम से रिश्ता निभाना। गाए जा और मुस्कुराए जा जब तक ये फुर्सत दे ये जमाना। गाए जा। കണ്ണു മൂടിക്കും. കഥ അടച്ചിട്ടില്ലാന്നില്ല. അയ്യോ വേണ്ട, വാ നമുക്ക് അടുക്കള വഴി പോവാം. होना है जो कुछ होके रहेगा, वक्त का तजिया प्यारे रहेगा। इस जिंदगी में किसके लिए क्या लिखा हुआ है किसने ये जाना। गाए जा और मुस्कुराए जा जब तक ये फुर्सत दे ये ज़माना। മറിയാമ്മത് എനിക്കറിയില്ല. ഓ എവളുമാരായിരുന്നു. മറിയാമ്മേ, ഇവിടെ ഉള്ളതാ ഇതൊക്കെ? ആ പ്ലാസ്റ്റിക് വിറ്റ് നടക്കുന്ന കാതറിന്റെ മക്കളാണെന്ന്. ക്ഷമിക്കണം, ഞങ്ങൾ വീട്ടിൽ കാണിക്കുന്ന ഈ സിനിമ കാണാൻ വേണ്ടി വന്നതാ. എടി ഇത് നിന്നെയൊക്കെ പോലുള്ള ഒരു 3.5 ചക്രത്തിന് കാണുന്ന സിനിമയല്ല, നിലയുള്ളവര് കാണുന്ന റേഡിയോയാ. റേഡിയോ അല്ല മറിയാമ്മേ, വീഡിയോ. റപ്പായച്ചനും മറിയാമ്മേ ഞങ്ങളെ പണ്ടത്തെ പോലെ കരുതുമെന്നാ വിചാരിച്ച്. അയ്യോടി, നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാ തോന്നുന്നില്ല ഞങ്ങൾ കാതറിന് പറഞ്ഞ് കുടികിടന്നവരാണെന്ന്. മറിയാമ്മേ, നിങ്ങൾ പഠിച്ചൊന്നും മറന്നൊന്നും പറയരുത് കേട്ടോ. ഇരിക്കുന്നവരാരൊക്കെയെന്ന് അറിയാൻ മതി. മൈ ഫ്രണ്ട്സ് ആൻഡ് ഗസ്റ്റ്. ഈ ചെറ്റകൾക്ക് എങ്ങനെ അറിയാനാണെന്ന് രണ്ടിനെ പിടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങൾ ആ കുന്ത്രാണ്ടം തുറക്ക്. സോറി ഫോർ ദ ബ്രേക്ക്. മതി നല്ലപോലെ അങ്ങോട്ട് കഴിക്കട. ഇറച്ചിക്കറി സ്വയംവൻ. എന്താ മക്കളെ നിങ്ങളെന്തിനാ കരയുന്നേ? ചേനബ, നബീസ, കാര്യം പറയും. നിങ്ങളെ ആട്ടിയിറക്കി വിട്ടു? എന്തിനാ? വിലയും നിലയുള്ളവര് സിനിമ കണ്ടോണ്ടിരുന്നെടുത്ത് ഞങ്ങൾ കയറി ചെന്നേന്. സാദരെ, നമ്മക്കൾ ആരുടെ അവൻ ഇത്ര നിലവിലയുള്ളവര്? പഴയ കാലമൊക്കെ റപ്പ ഇത്ര വേഗം മറന്നു. അവനെ കുറ്റം പറയേണ്ട ബാല. കാറ്റടിക്കുമ്പം കടലിന്റെ കോള് മാറുന്നതിനേക്കാൾ വേഗത്തില് കാശുണ്ടാകുമ്പം മനുഷ്യന്റെ മനസ്സ് മാറും. എന്നാലും ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. ഇവരിവിടെ പോയതാണ് തെറ്റ്. ആ, എനിക്കോറുണ്ട്. എനിക്ക് ഉണ്ടലിറങ്ങില്ല. ഞാനിപ്പോ വന്നേക്കാം. മക്കളെ, നമ്മൾ പാവങ്ങളല്ലേ, എല്ലാം സഹിച്ചേ പറ്റൂ. അറിയാമേ, നീ എന്തായി കാണിക്കുന്നത്? ഇതെങ്ങനെയുണ്ട്? എനിക്ക് ചേരുവന്നേ? ഓ, നിനക്ക് എല്ലാം ചേരും. എന്നെ കളിയാക്കുകയാണല്ലേ?
എടേ ഞാനിത് ഓരോരുത്തർക്ക് കൊടുക്കാൻ ലിസ്റ്റിട്ട് വെച്ചിരിക്കുകയാണ്. ഇതുവരെ കൊടുത്തതൊക്കെ മതി. ഇനി ഈ വീട്ടിൽ നിന്നൊരു സാധനം ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ബുദ്ധിമുട്ടോടി. ഞാൻ പണക്കാരനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് 10 പേരുടെ മുമ്പിൽ എനിക്ക് പേരെടുക്കും. ഈ നാട്ടിലുള്ള തെണ്ടികൾക്കൊക്കെ എന്നോട് അസൂയോ. അതിനാ പലർക്കും പലതും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ആവശ്യത്തിനുള്ള പേരൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്റെ അറിയാമേ, അടുത്ത തവണ വരുമ്പോൾ ഇതിന്റെ ഇരട്ടി സാധനങ്ങൾ എനിക്ക് ഞാൻ കൊണ്ടുതരാം. വിമാനത്തിലല്ലേ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? തിരിച്ചു വരുമെന്ന് എങ്ങനെ അറിയും? അറിയാമേ. ഇതെന്തുവാ? ഇത് ഞാൻ തലമുടിയിലടിക്കുന്ന ടൈയാണ്. നിന്റെ വില അടിച്ചില്ലല്ലോ. നരച്ചില്ലെങ്കിൽ വേണ്ട, ഇത് ഞാൻ മുഖത്ത് തേക്കും. അതങ്ങനെ കണ്ണി കണ്ടോടത്ത് തേക്കാൻ പറ്റുന്ന സാധനമല്ല. ആരാ അത്? ഞാനാടാ. അറിയാമേ, അവനങ്ങ് മാറ്റിപ്പിടി. വാ ബാല, ഇരിക്കൂ. നന്ദി കേട്ടവനെ. ബാല, ഒരു മാനേഴ്സില്ല സംസാരിക്കരുത്. നിന്റെ അമ്മയുടെ മാനേഴ്സ്. അന്യ നാട്ടിൽ പോയി 4 കാശുണ്ടാക്കുമ്പോ പഴയതൊക്കെ മറന്നു പോകുന്ന പല പട്ടികളെ എനിക്കറിയാം. നീ അങ്ങനെ ആയിപ്പോ കരുതിയില്ല. ബാലിനെ ഞാൻ മറന്നെന്നോ? നിനക്ക് തരാൻ ഞാൻ 2 പാന്റ് ഷർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അതെന്റെ തന്തയ്ക്കൂടി കൊടുക്കണം. വീട്ടിൽ കയറി വന്ന് വഴക്കുണ്ടാക്കരുത്. ഞങ്ങൾക്ക് 4 കാശുണ്ടായപ്പം എല്ലാവർക്കും കണ്ണുകടിയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇപ്പൊ നിർത്തടി. നീയൊക്കെ എന്ന് പണക്കാരായെന്നും പണക്കാരുമായി ബന്ധമുണ്ടായെന്ന് എനിക്കറിയാം. നീ ദൈവത്തെ മറന്നാലും കാതറിനെ മറക്കാൻ പാടില്ലായിരുന്നു. നീ ആരെന്ന് കരുതിയാടാ പെൺകുട്ടികളെ ഇവിടെ നാട്ടിയിറക്കിയേ? ഓ, അതാണോ കാര്യം? എന്റെ ഫ്രണ്ട്സ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ വന്ന് കയറുന്നതിന് ഒരു മര്യാദയില്ലേ? ആരാണ് നിന്റെ ഫ്രണ്ട്സ്? വെമ്പർത്തോത്തി വീട്ടിൽ നിന്ന് തല്ലിയിറക്കി നിനക്ക് ദുബായി പോകാൻ കാശുണ്ടായി തന്നെ പുതുച്ചോറും കെട്ടി യാത്ര അയക്കാൻ അന്ന് കാതറേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാണേണ്ട വിധത്തിൽ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ. കാതറിന്റെ കാര്യത്തിൽ ബാലത്തിന് എത്ര ചൂടാകുന്നത് നിനക്കറിയില്ലേ? അവൻ തന്നെയാടാ ഞാൻ. 2 പേരുടെയും അപ്പനൊന്നല്ലല്ലോ. നായേ, അയ്യോ, എന്റെ പൊന്നു ബാലൻ സാറേ, എനിക്കറിയാൻ വേറെ ആരുമില്ല. എന്തെങ്കിലും തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ പോരുന്നേ. നീ ചെയ്തതിന് എന്തെങ്കിലും പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ബാലനല്ലാന്ന് കരുതിക്കോ. മരിയേ, നോക്കി ഒരു വലിയ പൊട്ടിയിട്ടുണ്ടോ? ബ്ലഡ് വരുന്നുണ്ടോ? അത്താഴത്തിന് പോലും പകയില്ലാത്ത നമ്മൾ എങ്ങനെയാടാ ദുബായിക്ക് പോകുന്നത്? കള്ളക്കപ്പൽ കയറിയെങ്കിലും പോണോടാ. അല്ല അതറേ, ഈ ബോസറാണ് നമ്മളെ റെപ്പായിന് ദുബായിക്ക് കൊണ്ടുപോയത്. ഇയാള് വിചാരിച്ചാൽ നിങ്ങളെയും ദുബായിക്ക് അയക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് പോകാൻ എത്ര രൂപ വേണ്ടി വരും സാർ? എന്റെ കമ്മീഷൻ കൂടാതെ 20,000 രൂപയോളം വേണം. 20,000 രൂപയോ? പിന്നെ വെറുതെ ദുബായിക്ക് പോകാൻ നോക്കുവോ? NOCയും പാസ്പോർട്ടും ഒക്കെ എടുക്കാൻ പണം വേണ്ടേ? സാദരെ, എനിക്ക് 15 സെന്റ് സ്ഥലമുണ്ട്. അത് വിറ്റിട്ട് നമുക്ക് പോവാം. അയ്യോ, അത് വേണ്ട ബാല. വേണം. ആരോരും ഇല്ലാത്ത എനിക്ക് ആ സ്ഥലം ഉള്ളതും ഇല്ലാത്ത ഒരുപോലെയാണ്. വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കാതെ എങ്ങനെയെങ്കിലും പോകാൻ നോക്ക്. നിനക്ക് പ്രായമായ 2 പെമ്മക്കുള്ള അതിഥികളെ കരുതിയാണ് നമ്മൾ പറയുന്നത്. എന്റെ മക്കൾക്ക് വേണ്ടി ബാലന്റെ കിടപ്പാടം വിൽക്കാനോ? എനിക്ക് 2 പെൺമക്കളോ പെങ്ങന്മാരോ പ്രായമായിരുന്നാൽ ഞാൻ അവരെ കെട്ടിച്ചയക്കണം. ആ സ്ഥാനത്താണ് ഞാൻ നിന്റെ മക്കളെ കാണുന്നത്. നിങ്ങൾ സ്ഥലം വിറ്റ് കിട്ടാവുന്നത്ര പണം ഉണ്ടാക്കും. എന്തെങ്കിലും പോരായി വന്നാൽ നാട്ടുകാരെന്ന നിലയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ കാശുകാരായി തിരിച്ചു വരുമ്പം റപ്പായിയെ പോലെ നിങ്ങൾ നന്ദികേട് കാണിക്കുന്നു. അത് ജമ്മത്തുണ്ടാവില്ല. പണം റെഡിയായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എന്റെ ഓഫീസിൽ വരണം. വരാം സാർ. പിന്നെ ഒരു കാര്യം, ഈ വേഷത്തിൽ വന്ന ഫോട്ടോ എടുക്കാൻ ഒക്കില്ല. പാന്റും ഷർട്ടും ഇട്ട് വേണം വരാൻ. അതൊക്കെ നമ്മൾ വേണ്ടപോലെ ചെയ്തോളൂ സാഹിബേ. എന്നാ ഞാൻ പോണു. ഓഫീസിലേക്ക് വന്നേക്കണം. ഞാൻ ശരിയായിട്ടും അണ്ണാനെ കളഞ്ഞ മാങ്ങണ്ടി പോലെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഒന്നുമില്ല. പിന്നെ ഞാനും ബാലനും ഈ നാട്ടിൽ നിന്ന് പോയാൽ എന്റെ സൈനബയ്ക്കും നബീസയ്ക്കും പിന്നെ ആരുണ്ടാവും? നമ്മളുണ്ടാവും. അകറ്റിങ്ങളെ കണ്ണിന്റെ കണ്ണായിട്ട് നമ്മൾ നോക്കൂ. 4 പേരെ പോലെ നന്നായിട്ട് തിരിച്ചു വന്നാ മതി. അത് നമുക്ക് കണ്ടാ മതി. ശരി മുട്ടാക്ക, എല്ലാം ശരിയാവൂടെ? ധൈര്യമായിട്ട് വാ.